Happy Christmas! Happy Christmas! Happy Christmas! ഇത് നട്ടാല ഇതാണ് ഉണ്ണീശൻ. ഉണ്ണീശ്വരി ഇപ്പൊ വെക്കത്തില്ല. ഉണ്ണീശ്വരി ക്രിസ്മസിന്റെ അന്ന് വെക്കും. ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണേ. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ പുൽക്കൂറുണ്ടാക്കുന്ന വിശേഷങ്ങളും കുറച്ച് അടുക്കള വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കുഞ്ഞു വ്ളോഗാണേ. രാവിലത്തെ കുഞ്ഞു കുഞ്ഞു ജോലികളും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞ് പീലി അംഗൻവാടിയിലോട്ടാക്കിയിട്ട് ഞാനും ഏട്ടനും കൂടെ നേരെ അഞ്ചാലുമൂട്ടിലോട്ടാണേ പോയത്. അംഗൻവാടിയിലെ ക്രിസ്മസ് പരിപാടിക്ക് പീലിയുടെ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം, പിന്നെ പുൽക്കൂർ ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ. എല്ലാ കൊല്ലവും പുൽക്കൂട് കിട്ടുന്ന സാധനങ്ങൾ വീട്ടിൽ ഇരിപ്പുണ്ട്, എങ്കിലും ഞങ്ങൾ എല്ലാ കൊല്ലവും പുതിയ കുറച്ച് സാധനങ്ങളോട് അഡീഷണൽ വാങ്ങിക്കും. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കടയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് കറക്റ്റ് ചന്ത സമയം. ക്രിസ്മസ് ആയാലും ഓണം ആയാലും മീനില്ലാതെ നമുക്ക് എന്താഘോഷം. അങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടി ധൃതി പിടിച്ചിരുന്ന ഏട്ടനെ സോപ്പിട്ട് ചാക്കിലാക്കി ചന്തയിലോട്ട് പോയി കുറച്ച് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ അങ്ങ് വീട്ടിലോട്ട് പോരുന്നു. വീട്ടിൽ വന്നാൽ ഉടനെ തന്നെ പുൽക്കൂടിന്റെ പരിപാടികളൊക്കെ തുടങ്ങണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ വീട്ടിലോട്ട് വന്ന് കയറിയത് തന്നെ. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കത്തെ ഫുഡിന് പുറത്തുനിന്ന് എന്തെങ്കിലും ആക്കാന്ന് വിചാരിച്ച് വാങ്ങിച്ച മീനൊക്കെ നേരെ അങ്ങ് ഫ്രിഡ്ജിനകത്തോട്ട് കുത്തിക്കയറ്റി. അങ്ങനെ ഇന്ന് അടുക്കളയ്ക്ക് എനിക്കും കുറച്ച് റെസ്റ്റ് ഒക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ഏട്ടൻ മൊത്തത്തിൽ പ്ലാൻ അങ്ങ് മാറ്റി മറിച്ചത്. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്തോ വർക്ക് ഉണ്ടെന്നോ അത് കുറച്ചെങ്കിലും ഒന്ന് വരച്ച് സെറ്റ് ആക്കി വെക്കണമെന്ന് പറഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് പുൽക്കൂർ ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഏട്ടൻ പതുക്കെ അങ്ങ് സ്കൂട്ടായി. അങ്ങനെ അടുക്കളയ്ക്ക് എനിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ എന്നുള്ള ഒരു അതിമോഹം ചീട്ടുകെട്ടാരം പോലെ ദാ വീണ് കിടപ്പുണ്ട്. ഓൾറെഡി അഞ്ചാലമുട്ടിലും ചന്തയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ സമയം ഏകദേശം 12 മണിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എപ്പം ഞാൻ ചോറും മീൻകറിയൊക്കെ ആക്കി എടുക്കുവോ ആവോ എന്നുള്ളൊരു ദീർഘനിശ്വാസത്തോടെ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിൽ ഞാൻ അങ്ങ് അടുക്കളയിലോട്ട് കയറി. ചോറിരുന്ന് എടുത്ത് തിളപ്പിച്ചുറ്റാനും വെച്ചിട്ട് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ച് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ച മീനൊക്കെ നേരെ എടുത്തോണ്ട് വെളിയിലോട്ട് ഇറങ്ങിയേ. ഇന്ന് ഞാൻ ചന്തയിൽ നിന്ന് 150 രൂപ വരെയുള്ള ഒരു വാളയാണ് കേട്ടോ വാങ്ങിയത്. കൂടെ എനിക്ക് 2 അയലക്കുഞ്ഞും ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ചന്ത നിറയെ ഇപ്പൊ ചാളയായാലും മത്തിയും തന്നെയാണ്. ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ വാളയും കുറച്ച് ചൂരയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. കടൽമീൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ കായൽ മീനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട് കേട്ടോ. കക്കയും കൊഞ്ചും ഞണ്ടും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. എനിക്ക് കുഞ്ഞുമീൻ വറുത്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ കുറച്ച് കായലിലെ ചൂടയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. വാള കണ്ടിക്കുന്നതും കറി വെക്കുന്നതായിട്ടുള്ള ഷോർട്സ് ഇട്ടപ്പോഴെല്ലാം എനിക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പേര് വാള എന്നല്ല, ഇത് തളയനാണ്, തലയനാണ്, പിന്നെന്താ പാമ്പാടയാണ് എന്നൊക്കെ പറഞ്ഞ്. അത് കൂടാതെ തന്നെ വാള എന്ന് പറയുന്നത് മുള്ളുള്ള ഒരു സൈസ് മീനാണെന്നും കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വാള എന്ന് തന്നെയാണ് പറയുന്നത്. ഈ മുള്ളുള്ള മീനിനെ ഞങ്ങൾ പറയുന്നത് മുള്ളുവാള എന്നാണ്. വാള ക്ലീൻ ചെയ്തതും കണ്ടിക്കുന്നതും അത്ര വലിയ പണിയുള്ള പരിപാടിയൊന്നും അല്ലെന്നാണ് മിക്കവാറും ആൾക്കാർ പറയുന്നത്. പക്ഷെ എനിക്കിതൊരു വൻ ടാസ്ക് തന്നെയാണ്. പിച്ചാത്തി വെച്ച് ഏകദേശം ഒരു 1/4 മണിക്കൂറോളം അതിനകത്ത് ചിരണ്ടിയാണ് ഞാൻ എൻ്റെ ചുണ്ണാമ്പ് മൊത്തം കളഞ്ഞെടുത്തിട്ട് കണ്ടിച്ച് കയറിയത് തന്നെ. ഈ സ്റ്റീലിന്റെ സ്ക്രബ് ഉപയോഗിച്ച് ഇതിന്റെ മേളിൽ ഇങ്ങനെ ഉരച്ചെടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇതിന്റെ അഴുക്ക് പോകും എന്നുള്ള പരിപാടി എനിക്കറിയാം. പക്ഷേ ഈ സാധനം ഇവിടെ ഞങ്ങൾ വാങ്ങിക്കാറേ ഇല്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് എപ്പോഴോ ഈ സ്റ്റീൽ സ്ക്രബ് വെച്ചിട്ട് പാത്രം കഴുകുന്ന സമയത്ത് അതിന്റെ പൊടി കുരുങ്ങി ഈ പാത്രത്തിന്റെ അറ്റത്ത് പറ്റിപ്പിടിച്ചിരുന്നു. അത് എന്റെ ഭാഗ്യത്തിന് ഏട്ടന് തന്നെ കിട്ടി. അത് കാരണം പിന്നെ ഇന്നേ വരെ ആ സാധനം ഞങ്ങളുടെ വീട്ടിലോട്ട് കയറ്റിയിട്ടില്ല. അതുകൊണ്ട് സ്റ്റീൽ സ്ക്രബ് വെച്ച് വാള കഴുകുന്ന ആ ഒരു ടിപ്പുണ്ടല്ലോ, അത് എനിക്ക് ഇതുവരെ ചെയ്തു വെക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെയൊക്കെ ആയാലും 2-3 മിച്ചാത്തിയൊക്കെ മാറിയും തിരിഞ്ഞും ഒക്കെ ഉരച്ച് കഴുകിയിട്ടാണെങ്കിൽ അവസാനം മീൻ ഞാൻ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മീനൊക്കെ കണ്ടിച്ച് വൃത്തിയാക്കിയിട്ട് നേരെ അങ്ങ് അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് കുറച്ച് നേരം ഏട്ടൻ എന്ത് ചെയ്യാന്ന് വീക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ഇവിടെ ധൃതി പിടിച്ച് അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഏട്ടൻ ഇവിടെ തകൃതി പിടിച്ചിട്ട് വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും പീലിയും വീട്ടിൽ ഒറ്റയ്ക്കുള്ള സമയത്ത് ഞാൻ അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പീലി ഹാളിൽ ഇരുന്ന് കളിക്കുമായിരിക്കും. അപ്പം മോൾ എന്തോ ചെയ്യുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ എത്തി നോക്കും. ആ ഒരു ശീലം ഉള്ളതുകൊണ്ട് തന്നെ ഏട്ടനെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കാറുണ്ട് കേട്ടോ എന്തോ ചെയ്യുന്നതെന്ന്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പീലിയെ നോക്കി കഴിയുമ്പോഴത്തേക്ക് പീലിക്ക് ഭയങ്കര സ്നേഹവും ചിരിയൊക്കെയാണ്. പക്ഷെ ഏട്ടൻ്റെ അടുത്തോട്ട് ഇങ്ങനെ എത്തി നോക്കുമ്പോഴത്തേക്ക് ഏട്ടന് ദേഷ്യമാണ് വരുന്നത്. ഏട്ടൻ കടിച്ച് കീറാൻ നിൽക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ടും സ്പീഡോടുകൂടി എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഇടയ്ക്ക് കയറി നിൽക്കുമ്പോഴത്തേക്ക് ഏട്ടന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും കേട്ടോ. തികച്ച സ്വാഭാവികമായിട്ടുള്ള കാര്യം. അങ്ങനെ അങ്ങോട്ട് ചെന്ന് കയറി കൈയിരിക്കുന്ന എല്ലാം ഇറന്ന് വാങ്ങി എടുത്തിട്ട് ഞാൻ വയറും നിറങ്ങി നേരെ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് കയറി. ഇനിയുള്ള എൻ്റെ അടുത്ത ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ മീനിനകത്ത് എത്രണ്ണം കറി വെക്കും എത്രണ്ണം വറക്കും എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ വാള എനിക്ക് എപ്പോഴും വറുത്ത് കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഏട്ടനും മോക്കും മീൻ കറി വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ അങ്ങ് സാക്രിഫൈസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വാളയ്ക്ക് പകരം അയലക്കുട്ടന്മാരെ എടുത്തങ്ങ് വറക്കാന്ന് വിചാരിച്ച്. ഞാനും പീലിയും കുടംപുളിയുടെ പുളിമുളകും കറിയുടെ വലിയ ഫാൻസ് ആണ്. ഏട്ടന് അങ്ങനത്തെ മീൻകറി ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഒരു പടിക്ക് കൂടുതൽ ഇഷ്ടം മാങ്ങയിട്ട മീൻകറിയാണ്. അങ്ങനെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റി തക്കാളിയൊക്കെ ഇട്ട് കുടംപുളിയൊക്കെ ഇട്ട് നല്ല അടിപൊളി മീൻകറി അങ്ങ് അടുപ്പിലോട്ട് വെക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അയലക്കുട്ടന്മാരെ വരഞ്ഞ് മസാല പിടിപ്പിച്ച് വറുക്കാനും വെക്കുന്നുണ്ട്. നോർമലി ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ വറുക്കുമ്പോഴത്തേക്ക് വരഞ്ഞിട്ട് മസാല തേച്ച് വറുക്കാറില്ല കേട്ടോ. വരഞ്ഞിട്ട് മസാല തേക്കുമ്പോഴത്തേക്ക് എരിയൊക്കെ നല്ലോണം പിടിച്ച് പീലിക്ക് അത് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വലിയ തുണ്ട മാംസമുള്ള മീനുകളും പിന്നെ അവൾ കഴിക്കാത്തതായിട്ടുള്ള മീനുകൾ മാത്രമേ ഞാൻ അങ്ങനെ വരഞ്ഞ് മസാല തേച്ച് വറുക്കാറുള്ളൂ. ഇവിടെ ഞാൻ എന്ത് ആഹാരം ഉണ്ടാക്കുന്നത് അവരുടെ ടേസ്റ്റിനനുസരിച്ച് അവരുടെ എരിവിനനുസരിച്ചും ഒക്കെയാണ് കേട്ടോ. അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഉണ്ടാക്കാറുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ
മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ കുടംപുളിയിട്ട് പുളിമുളകും കറി വെക്കുന്നത്. അതാകുമ്പോൾ അവൾക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പുളിമുളകും കറി ആണെന്നുണ്ടെങ്കിലും വളരെ എരി കുറച്ചാണ് കേട്ടോ കറി വെക്കുന്നത്. ചന്തയിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കറിയും ചോറും ഒക്കെ റെഡിയായി വന്നപ്പോഴത്തേക്ക് ഒരു 2 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഏട്ടന് വിശപ്പിന്റെ വെളിയിൽ വന്നു. അതുകൊണ്ട് തന്നെ പിന്നെ പച്ചക്കറി തോരനോ മെഴുക്ക് വരട്ടിയോ ഒഴിച്ചുകറിയോ ഒന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടില്ല. പെട്ടെന്നൊരു ഉള്ളി എടുത്തെറിഞ്ഞ് ഒരു കുഞ്ഞ് സലാഡ് അങ്ങ് ഉണ്ടാക്കിയേ. അതാകുമ്പോൾ സലാഡും മീൻകറിയും മീൻ വറുത്തയും ചോറും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കുമല്ലോ. അങ്ങനെ ചോറൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്ക് അതെടുത്ത് ഊറ്റി മീൻകറി സെറ്റാക്കി മീൻ വറുത്തയൊക്കെ റെഡിയാക്കി ചോറ് ഓരോ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ സ്റ്റാർ ഇടാൻ പോയേക്കുവാണേ. സത്യം പറഞ്ഞാൽ വേറൊന്നും ശ്രദ്ധിക്കാതെ വെപ്രാളം പിടിച്ച് അടുക്കളയിൽ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ഏട്ടൻ പുറത്തോട്ട് ഇറങ്ങി പോയതുപോലും ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ചോറ് കഴിക്കാൻ വിളിക്കാൻ പോയപ്പോഴാണ് ഏട്ടൻ സ്റ്റാർ ഇടുന്നത് കണ്ടത്. 1 അല്ല 2 അല്ല 3 സ്റ്റാറാണ് കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ തൂക്കിയത്. എന്തായാലും ഏട്ടൻ പുറത്ത് സ്റ്റാർ ഇട്ടുകൊണ്ടിരിക്കുമല്ലേ, ആ സമയം കൊണ്ട് എൻ്റെ ബാക്കി അടുക്കള ജോലിയും കൂടെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും അങ്ങ് അടുക്കളയിലോട്ട് കയറി. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് പുൽക്കൂടും കൂടെ ഉണ്ടാക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കളയിലെ ജോലികളെല്ലാം ഒതുക്കി എല്ലായിടമൊക്കെ ഒന്ന് തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട്. പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരു 3-4 മണിക്കൂറെങ്കിലും അതിൻ്റെ പുറകെ നിൽക്കേണ്ടി വരും. അങ്ങനെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറും കറികളും ഒക്കെ നല്ല ചൂടായതുകൊണ്ട് തന്നെ എല്ലാം പകർന്നിട്ട് തണുക്കാൻ വേണ്ടി വെച്ചിട്ട് ഏട്ടനെ പോയി കഴിക്കാൻ വിളിച്ചോണ്ട് വന്നേ. അങ്ങനെ നല്ല ചൂട് ചോറും ചൂട് മീൻകറിയും മീൻ വറുത്തതും നല്ല തണുത്ത സലാഡും ഒക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച്. ഉച്ച എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ലേറ്റ് ആയാലും നല്ല വിളഞ്ഞ രുചിയുള്ള വാളയും കൂട്ടി നല്ല കിടിലൊരു ഊണ് കഴിക്കാൻ പറ്റിയല്ലോ. അപ്പൊ പിന്നെ വേറെ വിഷയമൊന്നും ഇല്ലല്ലോ. ഈ വാള വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചന്തയിൽ കയറിയോണ്ടാണല്ലോ നമ്മൾ മൊത്തത്തിൽ അങ്ങ് ലേറ്റ് ആയി പോയത്. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പീലി അംഗൻവാടിയിൽ നിന്ന് വിളിക്കാനുള്ള സമയം. പിന്നെ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ നേരെ അംഗൻവാടിയിലോട്ട് പോയി. അവളെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് ആദ്യം തന്നെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ചോറ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അംഗൻവാടിയിൽ നമുക്ക് ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിലും വൈകിട്ടത്തെ ഫുഡ് അവൾ കഴിക്കാറില്ല കേട്ടോ. ഉച്ചയ്ക്ക് കഞ്ഞിയാണെന്നുണ്ടെങ്കിൽ കഴിക്കും, ചോറാണെങ്കിൽ കഴിക്കത്തില്ല. വൈകിട്ട് മുട്ട കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കും, പക്ഷേ ഉപ്പുമാവും പായസം ഒന്നും കുടിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് വീട്ടിൽ വരുമ്പോഴേ ഒക്കെ വിശക്കും. അപ്പൊ പിന്നെ ഞാൻ ചോറ് കൊടുക്കും. അങ്ങനെ ഞാൻ മോക്ക് ചോറ് കൊടുക്കുന്ന സമയം കൊണ്ട് ഏട്ടൻ ബാക്കി സ്റ്റാറിന്റെ പരിപാടികളെല്ലാം തീർത്തിട്ട് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ മോളിൽ നിന്ന് ഇങ്ങ് എടുത്തോണ്ട് വന്ന്. ഞങ്ങൾ ഈ വീട് വെച്ച് താമസത്തിന് ശേഷം വാങ്ങിയ പുൽക്കൂടാണ് കേട്ടോ ഇത്. ഏകദേശം ഒരു 2.5 വർഷത്തോളം പഴക്കം കാണും ഇതിന്. പണ്ടൊക്കെ ഏട്ടൻ പുൽക്കൂട് ഉണ്ടാക്കുന്ന നമ്മുടെ ഈ വേലിയിൽ നിൽക്കുന്ന കമ്പുകളൊക്കെ ഇല്ലേ, അതൊക്കെ വെട്ടിയിട്ട് അതെല്ലാം കൂടെ കൂട്ടിക്കെട്ടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പൊ പിന്നെ എവിടെയും വേലിയും പത്തലും കമ്പുകളും ഒന്നും ഇല്ലല്ലോ. എല്ലായിടവും മതിലുകളാണല്ലോ. നമ്മുടെ വീടടക്കം അങ്ങനെയാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ചേട്ടാ ഞങ്ങളിപ്പോൾ പുതുതായിട്ട് പുൽക്കൂടൊക്കെ വാങ്ങിച്ചത്. പക്ഷേ ക്രിസ്മസ് ട്രീക്ക് ഏകദേശം ഒരു 4-5 വർഷത്തെ പഴക്കം കാണും. ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ വാങ്ങിച്ച ക്രിസ്മസ് ട്രീ ആണ് ഇത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഒറ്റയ്ക്കൊരു ക്രിസ്മസ് ട്രീയോ പുൽക്കൂടോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എൻ്റെ വീട്ടിലാണെങ്കിൽ അങ്ങനെ ഒരു പഴക്കമേ ഇല്ല. ആകെ ഒരു സ്റ്റാർ തൂക്കും, അത് മാത്രമേ പതിവുള്ളൂ. ഇവിടെ വന്നതിന് ശേഷമാണ് ഏട്ടൻ്റെ കൂടെ കൂടി ഈ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷേ എങ്കിലും ഏട്ടൻ എന്നെ ഇതുവരെ ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ സമ്മതിച്ചിട്ടേ ഇല്ല കേട്ടോ. കാര്യം വേറൊന്നുമല്ല, ഇതൊക്കെ ഏട്ടൻ്റെ സ്വന്തം സാധനങ്ങളാണ്. വർഷങ്ങളായിട്ട് ഏട്ടൻ കാത്തു സൂക്ഷിച്ച് വെച്ചേക്കുന്ന പല സാധനങ്ങളും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊന്ന് തൊടാൻ പോലും, മര്യാദയ്ക്കൊന്ന് തൊടാൻ പോലും പുള്ളിക്കാരെ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ മെയിൻ പരിപാടികളെല്ലാം ഏട്ടൻ തന്നെ ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ മാത്രമേ ഞാനും പീലിയും ചെയ്യുന്നുള്ളൂ കേട്ടോ. പുൽക്കൂട് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ക്രിസ്മസ് ട്രീ അങ്ങ് സെറ്റാക്കി വെച്ചു. അപ്പോഴാണ് ഓർത്തത് പുൽക്കൂട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തിടാൻ വേണ്ടിയിട്ട് പുല്ല് വേണമല്ലോ. പിന്നെ ഏട്ടൻ പെട്ടെന്ന് തന്നെ കടയിൽ പോയി പുല്ലൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന്. പക്ഷെ ഇപ്രാവശ്യം എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, ഏട്ടനെ ഡെക്കറേഷൻസും അതിന്റെ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം എന്റെ കയ്യിൽ തന്ന്. ഈ ഒരു 6 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഇതുവരെ നടക്കാത്ത കാര്യമാണ് കേട്ടോ അത്. എന്തായാലും കിട്ടിയ ഒരു അവസരം നമ്മൾ മുതലെടുക്കണമല്ലോ. ആ സമയം കൊണ്ട് ഞാൻ അതിനകത്തിരുന്ന ലൈറ്റും ഡെക്കറേഷൻസും ഒക്കെ വാരി പറക്കി നോക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാ കൊള്ളാവുന്നത് എന്തൊക്കെയാ കൊള്ളാത്തതെന്നൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ വെക്കണമല്ലോ. പഴയ കെട്ടിനകത്ത് നിന്ന് കൊള്ളാവുന്ന ഡെക്കോർ ഐറ്റംസും അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇപ്രാവശ്യം വാങ്ങിച്ച ഐറ്റംസും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ നമ്മൾ ഈ ട്രീക്കകത്ത് ഇട്ടിട്ടുള്ളത്. പീലിക്കാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇത്രയും പുതിയ പുതിയ സാധനങ്ങൾ, ഈ ഒരു കളർ ഐറ്റംസും അതും ഇതും സ്റ്റാറും എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് മൊത്തത്തിൽ അങ്ങ് വിരവി എടുക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ഓരോന്നും കവറിൽ നിന്ന് അരിച്ചു പറക്കി താഴോട്ട് വെക്കുമ്പോഴത്തേക്ക് അവൾ അതിനകത്തുനിന്ന് അടിച്ചോണ്ട് പോകാൻ നോക്കിക്കൊണ്ടിരുന്നത്. 2-3 സാധനങ്ങളൊക്കെ അവൾ അടിച്ചു മാറ്റി അവരുടെ കസ്റ്റഡിയിൽ കൊണ്ടുവെക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ക്രിസ്മസ് ട്രീക്ക് താങ്ങാവുന്നതിലും അധികം പഴയതും പുതിയതുമായിട്ടുള്ള ഡെക്കോർ ഐറ്റംസ് മൊത്തം ഞങ്ങൾ അതിനകത്ത് കുത്തി നിറച്ച് വെച്ചിട്ടാണ് ആ ക്രിസ്മസ് ട്രീയുടെ പണി തീർത്തത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പുതുതായിട്ടുള്ള ഡെക്കോർ ഐറ്റംസ് ഒന്നും വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പഴയതെല്ലാം നല്ല അടിപൊളിയായിട്ട് അതിന് ഒരു കേടുപാടും കൂടാതെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പുതുതായിട്ട് വാങ്ങിച്ച പല സാധനങ്ങളും ഞങ്ങൾ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുക കേട്ടോ. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മെരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ട് ബെല്ലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു സാധനം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് ട്രീ കിട്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. അങ്ങനെ ക്രിസ്മസ് ട്രീയുടെ പരിപാടികളൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങി വന്നപ്പോഴത്തേക്ക് പുൽക്കൂടിന്റെ പരിപാടികൾ തുടങ്ങി. പീലിക്ക് അലർജി ഉള്ളതുകൊണ്ട് തന്നെ പുൽക്കൂടിന്റെ പരിപാടി തുടങ്ങിയപ്പോഴത്തേക്ക് പീലി അങ്ങ് അകത്ത് കയറ്റി കഥ അടച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ തുമ്മലാവും, ചുമയാവും, കഫക്കെട്ടാവും, പിന്നെ പനിയാവും. അങ്ങനെ ഈ ക്രിസ്മസ് മൊത്തം അങ്ങ് ആശുപത്രിയിലും ആവും. ഏകദേശം ഒരു 15 വർഷത്തോളം പഴക്കമുള്ളതായി ഈ രൂപങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പുൽക്കൂർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത്രയ്ക്ക് സുരക്ഷിതമായിട്ട് ഒരു കേടുപാടുകളും കൂടാതാണ് ഏട്ടൻ ഇപ്പോഴും അതിനെയൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. പുൽക്കൂടൊക്കെ നല്ല രീതിയിൽ സെറ്റാക്കി എല്ലായിടമൊക്കെ വൃത്തിയാക്കി രൂപം വെക്കുന്ന സമയമായപ്പോൾ മാത്രമാണ് പീലി ഞങ്ങൾ വെളിയിലോട്ട് ഇറക്കിയത്. അങ്ങനെ ഞാനും പീലിയും കൂടെ തറയിരിക്കുന്ന രൂപങ്ങളെല്ലാം നിരത്തി വെച്ചു. പക്ഷെ മാലാകെ കെട്ടിയിടാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഏട്ടനാണ് കേട്ടോ അത് ചെയ്തത്. പക്ഷെ അവസാനമായപ്പോഴത്തേക്ക് പീലി നല്ല മുട്ടൻ കലിപ്പിലായിരുന്നു. അവൾക്ക് പുൽക്കൂടിനകത്ത് ഉണ്ണേശുവിനെ ഇപ്പം തന്നെ വെക്കണമെന്ന് പറഞ്ഞായിരുന്നു ബഹളം.
അങ്ങനെ ഏകദേശം ഒരു 3:30 ആയപ്പോഴത്തേക്ക് തുടങ്ങി ഞങ്ങളുടെ ക്രിസ്മസ് ഒരുക്കങ്ങൾ രാത്രി ഒരു 8 മണിയോടെയാണ് കേട്ടോ തീർന്നത്. കുറച്ച് ലേറ്റായി പോയെന്നറിയാം, എങ്കിലും എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. അപ്പോൾ ഓക്കെ, ബൈ.